യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇത്രയും വലിയ അപകടകരമായ ഒരു സാഹചര്യം എത്രയോ കാലമായി ഗസയിൽ അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയതോടെ ഇത് കൂടുതൽ ഭീകരമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ എന്താണ്? UN പീസ് കീപ്പിംഗ് ഫോഴ്സോ അല്ലെങ്കിൽ UN മറ്റേതെങ്കിലും ഏജൻസികളോ അവിടെ ഇപ്പോൾ സജീവമാണോ? നമ്മൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 100-ൽ താഴെ മാത്രമേ ആൾക്കാർ വാസ്തവത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവർക്കും അവർ അനുമതി പോലും കൊടുക്കുന്നില്ല. ഞാനിപ്പോ വീണ് കുടുങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ. തിരിച്ചു വരാൻ നേരത്ത് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സർജൻ അദ്ദേഹത്തിന് വരാൻ കഴിയുന്നില്ല, കാരണം അനുമതി കൊടുത്തിട്ടില്ല. അപ്പോ നമ്മൾ വീണ്ടും ഇവിടെ ഈ വലിയ ആശുപത്രിയും 100-200-300 രോഗികളൊക്കെ ഉള്ള ആശുപത്രിയാകുമ്പോൾ അവര് നമുക്ക് കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയുള്ള വളരെ കുറച്ച് പേര്, ഒരു 100-ൽ താഴെ പേര് മാത്രമാണ് വാസ്തവത്തിൽ പുറത്തുനിന്ന് ഇങ്ങനെ ഈ ഉള്ളത്. ഇവരെ കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ അത്യാവശ്യം ഈ പറയുന്ന 20 ട്രക്കോ 30 ട്രക്കോ ഇവരുമായി ബാർഗെയിൻ ചെയ്തിട്ട് ഓരോ ദിവസം എത്തിക്കുക, മരുന്ന് എത്തിക്കാൻ ശ്രമിക്കുക, അതുപോലെ അത്യാവശ്യമായ ആന്റിബയോട്ടിക്കുകൾ, IV ഫ്ലൂയിഡുകൾ. ഈ മുൻഗണന നോക്കി കഴിഞ്ഞാൽ എല്ലാം മുൻഗണനയാണ്. അപ്പൊ ഏത് എത്തിക്കണമെന്ന് പോലും ഒരു സാധനം എത്തിച്ചു കഴിഞ്ഞാൽ വേറൊരു സാധനം കിട്ടാതാവും. എക്സ്റ്റേണൽ ഫിക്സേറ്റർ, അങ്ങനെ ഒരു സാധനവും ഇല്ല ആശുപത്രിക്കകത്ത്. ഒരു ഈ ഡ്രസ്സിങ്ങിനുള്ള പ്ലാസ്റ്റർ ഇല്ല, ബാൻഡേജ് ഇല്ല, പഞ്ഞിയില്ല. അപ്പൊ നമുക്ക് അത്രയ്ക്കും അറിയാലോ, അപ്പൊ അത്രയും ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു കാര്യം കൂടി, അതായത് ഡോക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം ഗസയിൽ പോയതാണെന്ന് എനിക്കറിയാം. എന്നാൽ ഡോക്ടറുടെ സുരക്ഷയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കാര്യം ഈ ആശുപത്രിയിൽ 2 തവണ ബോംബ് ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ അവിടെ ഇപ്പോൾ. ഇത്രയും നാള് കഴിയുമ്പോഴേക്കും ഈ ബോംബ് വാസ്തവത്തിൽ 24 മണിക്കൂറും ബോംബിന്റെ ഒച്ച മാത്രമേ ഇവിടെ ഉള്ളൂ. അതല്ലാതെ ഒരു ഒച്ച ഇവിടെ വാസ്തവത്തിലില്ല. ആ ഒച്ചയുമായിട്ട് നമ്മളൊക്കെ അങ്ങ് നമ്മുടെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. എല്ലാതും ഇങ്ങനെ കളകളാ ഒച്ചയും ഇടയ്ക്കിടെ വലിയ ബും ബും എന്നൊരു ഒച്ചയും ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ കേൾക്കുന്ന ഒരു സാധാരണ നമ്മൾ നാട്ടിൽ കഴിയുമ്പോൾ ദീപാവലിക്കൊക്കെ കേൾക്കുന്ന പോലെ ഒരു വെടി പൊട്ടുന്ന പോലെ നമുക്ക് ഇപ്പോ ഇത്രയും നാളായിട്ട് തോന്നാറുള്ളൂ, ഈ കഴിയുമ്പോൾ തോന്നാറുള്ളൂ. പക്ഷെ അത് ഓരോ വെടിയുടെ അറ്റത്തും ഓരോ മനുഷ്യര് പിടഞ്ഞു വീഴുന്നുവെന്ന് നമുക്ക് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് പലപ്പോഴും ഈ ആശുപത്രി ബോംബ് ചെയ്യുമ്പോഴൊക്കെ ഡേഞ്ചറസ് തന്നെയാണ്. പിന്നെ മൂവ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഒരു ആശുപത്രിയിൽ നിന്ന് വേറെ ആശുപത്രിയിലേക്ക് മൂവ്മെന്റ് നടത്തുമ്പോൾ അതും പലപ്പോഴും ഡേഞ്ചറസ്. അതൊക്കെ മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അവിടുത്തെ ഒരു മേയർ, റഫേല മേയർ ആശുപത്രി സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രോഗിയെ കാണാനായിട്ട്. അദ്ദേഹം ഈ പറഞ്ഞ രോഗിയെ കണ്ടിട്ട് പുറത്തിറങ്ങി ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോഴേ അയാളുടെ മണ്ടയിൽ ഡ്രോൺ വന്ന് വീണ് അയാൾ മരിച്ചു. അപ്പൊ ഇത് ആശുപത്രിയിൽ 100 മീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇതെല്ലാം തൊട്ടടുത്തും അപ്പുറത്തും തന്നെയാണ് ഇത് നടക്കുന്നത്. ഒരു വിശ്വാസം, നമ്മൾ ഈ പറയുന്ന ഇവര് ആശുപത്രിയിലൊക്കെ ഇനി ബോംബ് ചെയ്യില്ലെന്നും അല്ലെങ്കിൽ ബോംബ് ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊരു വിശ്വാസത്തിനപ്പുറത്തേക്ക് വാസ്തവ വേറെ സുരക്ഷയൊന്നും വാസ്തവത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ സന്തോഷ് കുമാർ. ടേക്ക് കെയർ പ്ലീസ്. ഡോക്ടർ SS സന്തോഷ് കുമാർ പശ്ചിമേഷ്യയിലെ ഗസയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. എത്ര അപകടകരമാണ് ഇപ്പോൾ ഈ ഗസയിലെ സാഹചര്യം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി അടികൂടുന്ന ആളുകൾ, തോക്കിൻ്റെ മുന്നിൽ ജീവൻ വെടിയുന്ന ആളുകൾ, മരിക്കുന്ന കുട്ടികൾ, പട്ടിണി കൊണ്ട് മരിക്കുന്ന കുട്ടികൾ, ഭക്ഷണത്തിന് വേണ്ടി അടിവെച്ച് കൊല്ലപ്പെടുന്ന ആളുകൾ, അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കഥകളിൽ മാത്രം കേട്ടറിവുള്ള സംഭവങ്ങളാണ് ഗസ. ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചതോടെ ഗസ തകർന്ന് തരിപ്പണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഏത് കെട്ടിടം എപ്പോൾ നിലമ്പെത്തുമെന്നുള്ളൊരു സാഹചര്യമാണ്. അവിടേക്കാണ് UN പിൻബലത്തിൽ ഈ രോഗികളെ പരിചരിക്കുന്നതിനായി നമ്മുടെ ഡോക്ടർ SS സന്തോഷ് കുമാർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. തീതുപ്പുന്ന ഒരു തോക്കിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്ക് ആരുടെ സുരക്ഷയാണ് നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.